ഹമാസ് 3 ഹോസ്റ്റേജസിനെ ഇസ്രായേലിന് കൈമാറി. ഇന്റർനാഷണൽ റെഡ് ക്രോസിൻ്റെ കയ്യിലാണ് കൈമാറിയത്. ഇപ്പോഴത്തെ ചോദ്യം അതൊന്നുമല്ല. ഈ ഇസ്രായേലി ഹോസ്റ്റേജസിനെ എവിടെയാണ് താമസിപ്പിച്ചത്? അതായത് സീസ്ഫെയർ പ്രാബല്യത്തിൽ വന്നു. അതിനുശേഷം എന്തിനാണ് ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്തത്? ഈജിപ്തിൻ്റെയും ഗാസയുടെയും ഒരു കോറിഡോറുണ്ട്, ഫിലഡൽഫിയ കോറിഡോർ എന്ന് ഇത് പറയുന്നത്. എന്തിനാണ് അവിടെ റിലീസ് ചെയ്തത്? ചോദ്യമായി. അതിന് പലരും കൊടുക്കുന്ന ഉത്തരങ്ങളും പല രീതിയിലും. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ടർക്കിയുടെ ഒരു മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ എക്സ്പേർട്ട് ഫ്രാൻസ് 24 കൊടുത്ത അഭിമുഖമാണ്. അതായത് അവിടെ അത് റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടർക്കിക്കാരനാണ് പറയുന്നത്, ഈസ്റ്റാംബുളിൽ നിന്നുള്ള ലൈവിലാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയുടെ ലിങ്കിൽ യൂട്യൂബിൽ പോയാൽ കാണാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരെ താമസിപ്പിക്കാൻ സാധ്യത കൂടുതൽ ഈജിപ്തിലായിരിക്കും. നേരത്തെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ട് ഈജിപ്തിലാകാനാണ് സാധ്യത. കാരണം ഗാസ മുഴുവനും ഇസ്രായേൽ അരിച്ചു പറക്കി എവിടെയാണ് ഇവരുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൻ്റെ സീരിയസ് ആയിട്ട് സംഭവം കൈകാര്യം ചെയ്യും. ഇപ്പം പല ആൾക്കാർ ഒപ്പീനിയൻസ് പറയുന്നത് ഈ ഈജിപ്തിന് സാമ്പത്തികമായിട്ട് പ്രശ്നമുണ്ട്. കാരണം അവിടെ എക്കോണമി എല്ലാം തകർന്നു നാശമായി. അതായത് യൂറോപ്യൻ രാജ്യങ്ങളും ഷെങ്കൻ കൺട്രീസുമാണ് ഈജിപ്തിന് പണം കൊടുത്ത്. അമേരിക്ക പോലും പണം കൊടുത്ത് IMFനോട് പറഞ്ഞിട്ട്, വേൾഡ് ബാങ്കിനോട് പറഞ്ഞ് ലോൺ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ അമേരിക്കയോട് പോലും ഒളിച്ചു വെച്ചിട്ട് ഈജിപ്റ്റ് ഇങ്ങനെ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും അത് അമേരിക്കൻ, അതായത് റിപ്പബ്ലിക്കൻ പാർട്ടി ആണെങ്കിൽ, ട്രംപ് ആണെങ്കിൽ, അമേരിക്കൻ ജനതയാണെങ്കിൽ വെറുതെ വിടത്തില്ല ഈജിപ്തിനെ. ഇത് മറ്റൊരു സംഭവം മറ്റേ ആൾക്കാർ പറയുന്നത്, ഈ ഈജിപ്തിലുള്ള പൊളിറ്റീഷ്യൻസിന് ഖത്തർ ബ്രൈബ് ചെയ്തു. നേരത്തെ ഖത്തറിനെ സംശയം ഉണ്ടായിരുന്നു. ബ്രൈബ് ചെയ്തിട്ട് ഹമാസിനെ കൊണ്ട്, ഹമാസ് ഈ പറയുന്ന ഹോസ്റ്റേജസിനെ ഈജിപ്തിലാണ് താമസിപ്പിച്ചത്. അന്നൊരു സംഭവം പറയുന്നു. അതുകൊണ്ടാണ് ഈ ട്രംപിൻ്റെ ഈ താക്കീത് വന്നു കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഖത്തർ ഇടപെട്ടിട്ട് ഈ സംഭവം ഉണ്ടാക്കുന്നത്, പെട്ടെന്ന് ഡീലുണ്ടാക്കാൻ പറയുന്നത്. ഇതാണ് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും അനലൈസിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വരാനുള്ള ദിവസങ്ങൾ ഉറപ്പായിട്ട് അമേരിക്ക ഇതിനെപ്പറ്റി എൻക്വയറി ഉണ്ടാകും. നല്ല രീതി ഹൈ ലെവൽ എൻക്വയറി ഉണ്ടാകും. അതിനകത്ത് ഖത്തറിനോടും ഈജിപ്തിനോടും ഇതിനെപ്പറ്റി ചോദിക്കും. ഈജിപ്തും ഖത്തറും ഇതിന് ഉത്തരവാദികളാണെന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ഡീലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അമേരിക്ക ഇടപെടും, മറ്റുള്ള നാറ്റോ രാജ്യങ്ങൾ ഇടപെടും. ഇത് പ്രശ്നം സീരിയസ് ആകും. അതുമായിട്ട് ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും വരുന്നുണ്ട്. കാരണം ഈജിപ്റ്റ് അതിനിടയ്ക്ക് ഇസ്രായേലുമായിട്ട് പറയുന്നു, സൂയസ് കനാൽ നിങ്ങൾ ഏറ്റെടുക്കണം. അമേരിക്കയോട് പറഞ്ഞത് ഞങ്ങളുടെ ഇവിടെ ബേസ് സ്റ്റാർട്ട് ചെയ്യണം. ഇതെല്ലാം ഇതായിട്ട് ക്ലബ് ചെയ്തുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതുമായിട്ട് ഞാൻ നേരത്തെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ഈജിപ്തിന് ഇതിൻ്റെ അത്ര റോളുണ്ട്. കാരണം നിശബ്ദമായിട്ട് ഹമാസിനെ എതിർക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈജിപ്റ്റ് പൊളിറ്റീഷ്യൻസ് എന്ന് പറയുന്നത് ഹൈലി കറപ്റ്റഡാണ്. ഈ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം ഏത് രാജ്യത്ത് പോയും കൈക്കൂലി കൊടുത്ത കാര്യങ്ങൾ നേടിയെടുക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ ഷെങ്കനിൽ, യൂറോപ്യൻ യൂണിയനിൽ, ഖത്തറീസിന് അറൈവൽ ഓൺ വിസയ്ക്ക് വേണ്ടി ഗ്രീക്കിൻ്റെ യൂറോപ്യൻ യൂണിയൻ്റെ പാർലമെൻറ്റേറിയനെ പണം കൊടുത്ത് സ്വാധീനിച്ച രാജ്യമാണ് ഖത്തർ. വേൾഡ് കപ്പിന് വേണ്ടി സർക്കോസിക്കും മിഷേൽ പ്ലാറ്റിനിക്കും പണം കൊടുത്ത രാജ്യമാണ് ഖത്തർ. അതിനെപ്പറ്റി മിഷേൽ പ്ലാറ്റിനി ജയിലിലായിരുന്നു. അയാൾ പൂർണ്ണമായിട്ട് ഫുട്ബോളിൽ നിർത്തി കളഞ്ഞു. അപ്പോൾ ഖത്തർ എന്ന് പറഞ്ഞ രാജ്യം കൈക്കൂലി കൊടുത്ത് പല കാര്യങ്ങളും നേടുന്ന രാജ്യമാണ്. അപ്പോൾ ഈ ഹമാസ് എന്ന് പറഞ്ഞ ഭീകര സംഘടനയ്ക്ക് വേണ്ടി ഖത്തറിൻ്റെ പൊളിറ്റീഷ്യൻസിന് കൈക്കൂലി കൊടുക്കാൻ ഖത്തറിന് പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ട്രംപിൻ്റെ വിരട്ടങ്ങ് ഏറ്റു. അതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ഡീൽ എങ്ങനെയെങ്കിലും നടത്താൻ വേണ്ടി ഖത്തർ കൂടി നടന്നത്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയൊന്നും, അതായത് ഖത്തറിൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സും പ്രധാനമന്ത്രിയാണ് ഇത് ഹമാസ് എന്ന് പറഞ്ഞ ഭീകരന്മാരുമായിട്ട് നേരിട്ട് ചർച്ച നടത്തുന്നത് പേടിച്ചിട്ട്. ഇത് ഞാൻ പലപ്പം പറഞ്ഞപ്പോൾ കേരളത്തിലെ സുഡാപ്പി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഖത്തർ ഭയന്നിരിക്കുക. ഇത് വല്ല എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ സംഭവം നടക്കാതിരിക്കുകയാണെങ്കിൽ, അതായത് വെയിറ്റ് ചെയ്യും, ഉറപ്പായിട്ടും ഖത്തറിനെയും ഈജിപ്തിനെ തൊലച്ച് കൈ കൊടുക്കും. ഇസ്രായേൽ വെറുതെ വിടത്തൊന്നുമില്ല ഈ ഇഷ്യൂ. കാരണം ഇത് അമേരിക്ക ഇടപെട്ടാലും ഇല്ലെങ്കിൽ ഇസ്രായേൽ കയറി ഇടപെടും. കാരണം ഈജിപ്ത് അങ്ങനെ ഒരു സംഭവം ചെയ്തു.
അത് ഖത്തറിൻ്റെ സംഭവം അവർ പണം കൊടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചത് ഹമാസിന് വേണ്ടി. ഈ രണ്ട് രാജ്യങ്ങളെയും വെറുതെ വിടത്തില്ലേ ഈ പറയുന്ന ഇസ്രായേലും. മൊസാദും വെറുതെ കൊടുത്തൊന്നുമില്ല. അവിടെ പൊട്ടാൻ പോകുന്നേ ഉള്ളൂ മറ്റു പലതും. അതായത് ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഒരു രാജ്യത്തിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ഈ ഈജിപ്റ്റുമായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളുമായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ നല്ല അലയൻസ് പാർട്ട്ണറാണ് ഈ ഖത്തറാണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും. എല്ലാ രീതിയിലുള്ള സാമ്പത്തിക സഹായം ഈ ഈജിപ്തിന് അമേരിക്കയാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഈജിപ്റ്റെല്ലാം വാങ്ങിയിട്ട് അവരുടെ പൊളിറ്റീഷ്യൻസ് ആണെങ്കിലും ഭരിക്കുന്നവരും ഈ അമേരിക്കൻ സിറ്റിസൺ അതിൻ്റെ അകത്തുണ്ട് പലരും. ഇത് 9-10 പേരുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു എന്ന അമേരിക്കയിൽ ഈ സംഭവം ഈ എൻക്വയറിയിൽ വല്ലതും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ കൃത്യമായിട്ട് പറയാം, ഖത്തർ ആരാധകരോടും അവിടുത്തെ ഭരണാധികാരിയോടും മറ്റേ ഇസ്ലാമിൻ്റെ ഒരു ഒറ്റ കാര്യം പറയാം, അമേരിക്ക ഖത്തറിനെ തോലയ്ക്കും ഈ സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ ഈജിപ്തിനെയും വെറുതെ വിടത്തില്ല. കാരണം അപ്പോൾ ഈജിപ്റ്റ് പൂർണ്ണമായിട്ട് കൈ വളർത്താൻ സാധ്യതയുണ്ട്. കാരണം അവരറിഞ്ഞില്ല മറ്റുള്ള രീതിയിൽ ഡീല് നടന്നത്. പക്ഷെ ഖത്തറിനെ വെറുതെ വിടും. കാരണം ഖത്തർ പണം കൊടുത്തിട്ടാണ് ഇത് ചെയ്യിപ്പിച്ചത്. കാരണം ഖത്തറിന് അങ്ങനെയുള്ള പാരമ്പര്യമുണ്ട്. പലയിടത്തും കൈക്കൂലി കൊടുത്തിട്ടാണ് അവർ പല കാര്യങ്ങളും നടത്തുന്നത്. ലോകകപ്പാണെങ്കിലും വിസാവൺ അറൈവിലും ഖത്തറിന് അതിനു വേണ്ടിയൊക്കെ ചെയ്ത സംഭവങ്ങൾ എല്ലാവർക്കും പാട്ടാണ്. അതാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സംഭവത്തിൽ വളരെ ഫിഷിയായിട്ട് വളരെ സസ്പീഷ്യസ് ആയിട്ട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് ഗാസയെ പല ഭാഗക്കാരും വെടിനിർത്തൽ വന്നു. അവരുടെ ടെററിസ്റ്റുകൾ ഈ പറയുന്ന അവർ പബ്ലിക്കായിട്ട് വന്നു ആഹ്ലാദ പ്രകടനം നടത്തുന്നു. എന്തുകൊണ്ടാണ് ഇവരെ അവിടെ വിട്ടത്? അപ്പോൾ എവിടെ ആയിരുന്നു ഇവർ? ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തേ മതിയാവത്തുള്ളൂ, ഖത്തർ ആണെങ്കിലും ഈജിപ്റ്റ് ആണെങ്കിലും. കാരണം പല സന്ദർഭങ്ങളിൽ ഈ ഖത്തറംഗം ഈജിപ്റ്റ് മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഖത്തറൊക്കെ ഫുൾ ഫോമിലായിട്ട് നിന്നങ്ങ് ഡീലോ നടത്താൻ വേണ്ടി നടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചോണം, ഈ സെപ്റ്റംബർ ഈ ഹമാസ് അറ്റാക്ക് ചെയ്ത സമയത്ത് രണ്ടാമത്തെ ദിവസം ഖത്തറിൻ്റെ സ്റ്റേറ്റ്മെൻ്റ്, ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യാൻ വേണ്ടി അവർ മീഡിയേറ്ററായിട്ട് നിൽക്കാം. പെട്ടെന്ന് പറയുക, ഖത്തർ എന്ന് പറയുന്നൊരു ഡൂക്കിളി രാജ്യം, അതായത് ഇതേപോലെ രീതിയിൽ ടെററിസത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ലോകത്തൊരൊറ്റ രാജ്യം സപ്പോർട്ട് ചെയ്തില്ല. അത് തൊലയ്ക്കേണ്ട രാജ്യം തന്നെയാണ് ഖത്തർ. അവിടെ ഖത്തർ താമസിക്കുന്ന മലയാളികളോടും കൂടെ പറയുകയാണ്, ഇതിനെ തൊലയ്ക്കുക അമേരിക്ക. മറ്റുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചെറിയ നാശക്കോടാലയാക്കി മാറ്റും. കാരണം വളരെ സീരിയസ് ഇഷ്യൂ ആണ്. കാരണം ഇത്രയും ആൾക്കാരെ കൊന്നു, അത് കഴിഞ്ഞിട്ട് ഇവരെ ഈ ഹോസ്റ്റേജസിനെ അവിടെ കൊണ്ടുപോയി ഇത്രയും 15 മാസം നീണ്ടുനിന്ന വാറ്, ഇത്രയും ആൾക്കാരവിടെ കൊല്ലപ്പെടുന്നു. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഖത്തറിനെതിരെ നടപടി, ഈ സംഭവം തെളിഞ്ഞാൽ ഉറപ്പായിട്ടും ഖത്തറിൻ്റെ അതായത് അതിൻ്റെ അധോഗതിയാണ് ഉണ്ടാകാൻ പോകുന്നത്. വളരെ കൃത്യമായിട്ട്, കാരണം വളരെ ഫിഷിയായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. എപ്പോഴും സംശയമാണ് ഖത്തറിനെ പറ്റി ലോകത്തെല്ലാ രാജ്യങ്ങൾക്കും. ഇപ്പോൾ കൂടുതൽ ബലം കൂടി. കാരണം ഇതൊരു വൃത്തികെട്ട രാജ്യമാണ്, എന്ത് വൃത്തികേടും കാണിക്കും. ഈ അമീറിൻ്റെ ഒക്കെ ഇനി ദിവസങ്ങൾ തുടങ്ങി എണ്ണപ്പെട്ട ദിവസങ്ങളായിട്ട് മാറി. ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾ അടിവരയിട്ട് നോക്കിക്കോണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.